ഉണ്ണിയമ്മേ കുമ്പടി വന്നു. താങ്കൾ ചോദ്യത്തെ പരിഹസിക്കാതെ മറുപടി ഉണ്ടെങ്കിൽ ഇത്രയും സ്പീഡൊന്നും വേണ്ട. എനിക്ക് കഴിയുന്ന മറുപടിയല്ലേ ഞാൻ പറയും. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മറുപടി പറയാനാണോ ഞാൻ വന്നിരിക്കുന്നത്? താങ്കൾ ഉദ്ദേശിക്കുന്ന മറുപടി പറഞ്ഞാൽ മതി. പരിഹാസം വേണ്ട എന്നേ പറഞ്ഞോളൂ. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ശ്രീ ഗോപൻ, SIT വളരെ ശക്തമായി ചടുലമായി നല്ല നിലക്ക് അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് CPM-ഉം സർക്കാരുമായി ബന്ധപ്പെട്ടവരൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അത് അങ്ങനെ തന്നെ മുഖവിലെടുക്കാം. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് തന്ത്രിക്കെതിരായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ SIT പരാജയപ്പെട്ടു പോയത്? ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഗുരുതരമായ ആക്ഷേപങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഉത്തരം പറ. അതിൽ ആദ്യം അങ്ങ് പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. SIT-യുടെ അന്വേഷണത്തെ CPM-ഉം സർക്കാരും ശക്തമായി പിന്തുണച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ എന്നിട്ട് ആരാണോ SIT-യുടെ നേതൃത്വ പദവി അല്ലെങ്കിൽ മോണിറ്ററിങ്, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ഒരു ഘട്ടത്തിലും SIT-യെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഡിവിഷൻ ബെഞ്ച് കുറ്റപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, അവർക്ക് സമയം നീട്ടിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ SIT പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്. സർക്കാരിൻ്റെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും അല്ല. അതുകൊണ്ട് സർക്കാരിനെ ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു കാര്യമേ അല്ല അത്. ഒന്നാമത്തെ കാര്യം അത് പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ബഹുമാനപ്പെട്ട തന്ത്രി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും പ്രശ്നങ്ങളുമാണ്. ഏത് കേസിലാ നമ്മുടെ നാട്ടിലെ ലോകത്തെല്ലായിടത്തും കേസിലകപ്പെടുന്നവർ ഞങ്ങൾ ഇങ്ങനെ കുറ്റം ചെയ്തു എന്ന് പരസ്യമായി അംഗീകരിച്ച് സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടാറില്ല. അവരതിനൊരു കാരണം കണ്ടുപിടിക്കും. ഇവിടെ പൊളിറ്റിക്കലാക്കാനാണ് അദ്ദേഹം നോക്കിയത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. ഇത് പൊളിറ്റിക്കലാക്കാൻ, രാഷ്ട്രീയമാക്കാൻ തന്ത്രി ശ്രമിക്കരുതായിരുന്നു. കാരണം തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യമല്ല. തന്ത്രി അങ്ങനെ ചെയ്തതിന്റെ കാര്യം മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അദ്ദേഹം ഇപ്പൊ പറയുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തെ താൻ എതിർത്തു. അതിന്റെ പേരിൽ ഗവൺമെന്റ് അദ്ദേഹത്തോട് പക തീർത്തതാണ്. എങ്ങനെ നിലനിൽക്കുന്ന വാദമാണിത്? തന്ത്രിയെ പോലുള്ള ഒരാൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാം. ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ. പാർട്ടി പൊളിറ്റിക്സ് അത്തരം സ്ഥാനത്തിരിക്കുന്നവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണോ? അപ്പോൾ ഒരു പാർട്ടിയെ ബന്ധപ്പെടുത്തി BJP-യുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും BJP-യുടെ അഡ്വൈസ് വാങ്ങിക്കുകയും ചെയ്ത ഒരാളെന്ന തരത്തിൽ ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? തന്ത്രിയെ പോലുള്ള ആളുകൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. കാരണം ഗവൺമെന്റ് അല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഗവൺമെന്റ് ആരെ അറസ്റ്റ് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ യാതൊരു ഉത്തരവാദിത്വവും സർക്കാരില്ല. പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ ഒരുപാട് അറസ്റ്റിലായിട്ടുണ്ട്, രാഷ്ട്രീയവുമായി ബന്ധമുള്ള ആളുകൾ ഒരുപാട് അറസ്റ്റിലായിട്ടുണ്ട്, നേരിട്ട് രാഷ്ട്രീയക്കാരായവർ അറസ്റ്റിലായിട്ടുണ്ട്, ജനപ്രതിനിധികളായിരുന്നവർ അറസ്റ്റിലായിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. എവിടെ പോണു? വെള്ളം കുടിക്കണം. തന്ത്രിയല്ലാതെ ആരെങ്കിലും സ്വാഭാവിക ജാമ്യം കിട്ടേണ്ട കാലയളവിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം കിട്ടി പലരും പുറത്തിറങ്ങി. പക്ഷെ തന്ത്രിയല്ലാതെ ആരെങ്കിലും 41 ദിവസത്തിനുള്ളിൽ ഈ കേസിൽ വ്യക്തമായ തെളിവുകളില്ല എന്ന് ആ കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും പ്രതി ഈ കേസിൽ പുറത്തിറങ്ങിയിട്ടുണ്ടോ തന്ത്രിയല്ലാതെ? അങ്ങ് ഉന്നയിച്ച ഈ വാദം ഗവൺമെന്റിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണെന്ന് പറയാൻ എന്ത് ബലമാണ് അങ്ങയുടെ വാദത്തിനുള്ളത്? ഞാൻ ചോദിച്ച ചോദ്യമാണ്. തന്ത്രിയല്ലാതെ മറ്റാരെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടോ? തന്ത്രിയല്ലാതെ മറ്റാരെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ 41 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടോ? അതിനകത്ത് തർക്കമില്ലല്ലോ. ഇല്ല, തന്ത്രിയേ ഉള്ളൂ. അത് ശരിയാണല്ലോ. അതൊരു ഫാക്ടിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിന് തർക്കമുള്ള കാര്യമല്ലല്ലോ. യെസ്, അതൊരു ഫാക്ട് ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? SIT-ക്ക് എന്തുകൊണ്ട് തെളിവുകൾ ഹാജരാക്കാനായില്ല? ഗുരുതരമായ ആക്ഷേപങ്ങളായിരുന്നു തന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നത്, അല്ലേ? വിൽഫുള്ളി അദ്ദേഹം ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അദ്ദേഹം മഹസറിൽ ഒപ്പുവെച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ തടയാമായിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന. അദ്ദേഹം അത് ചെയ്തില്ല, മൗനാനുവാദം നൽകി. എന്ന് വെച്ചാൽ പോറ്റി അടക്കമുള്ളവരുമായി ചേർന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ള വാദങ്ങളായിരുന്നു SIT നിരത്തിയിരുന്നത്. അതിന് തെളിവ് ഹാജരാക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഡ്യൂട്ടിയാണ്. അതെങ്ങനെ പരാജയപ്പെട്ടു? എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. ഇത് SIT-ക്ക് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ SIT ഇത്തരം തെളിവുകളെല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിലാണ്. അതിനൊന്നും ഇല്ലേ? കേസ് പ്രധാനമായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ചിന് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിങ്ങനെ മൂവ് ചെയ്യില്ല. അപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും SITക്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഒന്ന്. രണ്ട്, SITയുടെ കാര്യത്തിൽ സർക്കാരിന് കൺട്രോൾ ഇല്ലെന്നുള്ളത് രാഷ്ട്രീയമായ ആരോപണം മാത്രമാണ് സർക്കാരിന്റെ കൺട്രോൾ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഗവൺമെന്റിന് അനുകൂലമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നവർ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ SITക്ക് ഇതിൽ ഗവൺമെന്റിന് റോളില്ല എന്ന് പറയുകയും തിരിച്ചാണെങ്കിൽ ഗവൺമെന്റ് റോൾ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നവർ ഇരട്ടത്താപ്പ് അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. എന്തോ എങ്ങനെ? അതുകൊണ്ട് SITക്കുള്ള ഞാൻ തെളിവിന്റെ വാദത്തിലേക്ക് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ രാത്രി ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒന്നല്ല SITയുടെ തെളിവുകളെ സംബന്ധിച്ച്. നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, കോടതി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാം. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇവിടെ എന്തുകൊണ്ട് ഈ ജാമ്യം തടയാൻ SITക്ക് കഴിഞ്ഞില്ല? അതിനുതകുന്ന തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് SITയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. താങ്കൾ ഇനി ഡിവിഷൻ ബെഞ്ച് ഉണ്ടല്ലോ, ഹൈക്കോടതിയിലാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഇവിടെയും കൊടുക്കണം, ജാമ്യം തടയണം, അത്ര ബോധ്യമുണ്ടെങ്കിൽ. പക്ഷെ അത് എന്തുകൊണ്ട് പറ്റിയില്ല? അപ്പൊ അത് പരാജയമാണോ അല്ലയോ? അല്ല, എന്തൊരു വെപ്രാളോ അങ്ങേക്കിത്. അങ്ങ് മിക്കവാറും ഇപ്പൊ രാത്രി 9 മണിക്ക് മുമ്പ് ഈ കേസ് തീർപ്പ് കൽപ്പിച്ച് വിടുമല്ലോ നമ്മുടെ താങ്കൾ ചോദ്യത്തെ പരിഹസിക്കാതെ മറുപടി ഉണ്ടെങ്കിൽ പറയാം. സ്പീഡൊന്നും വേണ്ട. ഇങ്ങനെ തീർപ്പ് അല്ല മറുപടി എനിക്ക് കഴിയുന്ന മറുപടിയല്ലേ ഞാൻ പറയും. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന മറുപടി പറയാനാണോ ഞാൻ വന്നിരിക്കുന്നത്? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. താങ്കൾ ഉദ്ദേശിക്കുന്ന മറുപടി പറഞ്ഞാൽ മതി, പരിഹാസം വേണ്ട എന്നേ പറഞ്ഞോളൂ. എന്തോ നിങ്ങൾ പറഞ്ഞോണ്ട് പരിഹസിക്കുകയാണെങ്കിൽ താങ്കളുടെ വാദങ്ങളെ ഞാനും അതുപോലെ ഇരുന്ന് പരിഹസിച്ചാൽ താങ്കൾക്കത് സ്വീകാര്യമായിരിക്കും. സ്വീകാര്യമായിരിക്കും. അപ്പൊ അതൊരു മര്യാദയുടെ ഭാഷയാണ്, അത് താങ്കൾ കീപ്പ് ചെയ്യും. നിങ്ങൾ പറയാൻ സമ്മതിക്കത്തില്ല. അല്ല ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറയാൻ സമ്മതിക്കില്ല. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അങ്ങനെ വന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുക എന്ന സാധാരണ ശീലിക്കുന്ന ശീലം ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒരു കാരണവശാലും മറുപടി പറയാൻ നിങ്ങൾക്ക് മറുപടി ആവശ്യമില്ല. 8 മണി മുതൽ 8:07 വരെ താങ്കൾ എന്റെ ഒരു ഇടപെടലോ ചോദ്യമോ ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് താങ്കളോട് ചോദ്യം ചോദിക്കുന്നത്. ഇതൊരു ചോദ്യോത്തര വേദിയാണ് ശ്രീ PK ഗോപൻ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇവിടെ ചോദ്യങ്ങൾ നേരിടുമ്പോൾ താങ്കൾ ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല അസഹിഷ്ണുത. അവിടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി ചെയ്യുക, ചോദ്യകർത്താവിനെയോ ചോദ്യത്തെയോ പരിഹസിക്കാണ്ടിരിക്കുക, മറുപടി പറയുക. നമ്മൾ അങ്ങനെയല്ലേ ശരിയായ രീതിയിൽ ചർച്ച നടത്തുക? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? 8-7 വരെ താങ്കളെ ഞാൻ ഇടപെടാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് താങ്കൾ പറയുന്നത് തുടക്കത്തിലേ ഇടപെടുന്നു, വിഷമിപ്പിക്കുന്നു എന്നൊക്കെ. അതെങ്ങനെയാണ് ശരിയാവുക? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ സാർ? അതാദ്യം പറ. നിങ്ങൾക്കിത് ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണോ? നിങ്ങൾ പരിഹാസത്തിന്റെ പ്രശ്നങ്ങളും ചോദ്യത്തിന്റെ പരിഹാസമൊക്കെ പറയുമ്പോൾ എത്ര ദുസ്സൂചനയോടുകൂടിയുള്ള ചോദ്യങ്ങളായിട്ട് അങ്ങ് വരുന്നത്. അങ്ങയുടെ ചോദ്യം നിഷ്കളങ്കമല്ലാത്തിടത്തോളം കാലം അതിന്റെ പ്രതികരണം അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. SITയുടെ കാര്യത്തിൽ നിങ്ങൾ ഗവൺമെന്റിനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നതാണ് അതിന്റെ ദുസ്സൂചന. അത് ദുസ്സൂചന തന്നെയാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.